നമ്മളിപ്പോൾ ഇന്നൊരു പുതിയൊരു റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് പോകുന്നതാണ്, ഇതുവരെ പോയിട്ടില്ല. ഒരു ഫിലിപ്പിനോ ചെയിനാണത്, ഡാംപ എന്ന് പറയും. മെയിനായിട്ട് അവരിലുള്ള കോഴ്സുകളും മിക്കതും സീ ഫുഡാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ മലയാളികൾക്ക് ഫിഷ് ഇഷ്ടമാണെങ്കിലും പക്ഷേ ഫിലിപ്പിനോ സ്റ്റൈലിൽ നമ്മളൊരിക്കലും ഇതുവരെ ഒരൊറ്റ മലയാളീസ് പോലും ട്രൈ ചെയ്യുക എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇതൊരു വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കുക്കിംഗ് സ്റ്റൈലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഡാംപ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ ഷിംപ് ഓർഡർ ചെയ്തു, പിന്നെ നമ്മളെ ഞണ്ട്, പിന്നെ കൂന്തൽ ഇതാണ് ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ലോബ്സ്റ്റർ പറയാമെന്ന് വിചാരിച്ചാൽ ലോബ്സ്റ്ററിന് ഒരു 70 മിനിറ്റ്സോളം എടുക്കും പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ സ്കൂളിൽ പറയുന്നത്. അപ്പോൾ അത് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടു, കൈ കൊണ്ടാണ് കഴിക്കുന്നത്. കുറേ വേണം. അപ്പം ഞാൻ ഓർഡർ ചെയ്തതിൽ സ്ക്വിഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് സ്ക്വിഡ്. അതിൻ്റെ ഒപ്പം പോരാണ്ട് അതിൻ്റെ കൂടെ ഒരു ഒക്ടോപ്പസും ഉണ്ട്. അതിൽ നമ്മുടെ നീരാളി ഉണ്ടാ ഇത് ആക്ച്വലി ഇതെടുത്തിട്ട് ഇതിൻ്റെ ഗ്രേവിയും ഇതൊക്കെ എടുത്തിട്ട് ഇതിലിങ്ങനെ ഇട്ടിട്ട് കുഴച്ചിട്ട് ഇതിൻ്റെ ഒപ്പം കഴിക്കുക. അടിപൊളിയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞണ്ട് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ആ ബുദ്ധിമുട്ടില്ല. നമുക്ക് 2 കയ്യോലും കവറൊക്കെ ഇട്ടിട്ട് 2 കയ്യും വേണമെങ്കിൽ കാലും യൂസ് ചെയ്ത് കഴിക്കാം. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. എല്ലാവരും തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. വലിയ ഡോക്ടറാ തോന്നുന്നു, ഗ്ലൗസ് ഒക്കെ ഇട്ട് ഓപ്പറേഷൻ ചെയ്യണ പോലെ. കുമ്പാരം കാണിക്കാം. ഫുള്ളടിച്ച് പിന്നില്ലേ, ഒന്നും പറ്റില്ല. ഇത് മാത്രം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കൂന്തൽ ഇഷ്ടപ്പെട്ടില്ല, ഒന്നുമില്ല. അത് ഭയങ്കര പ്ലാനാണ്. ബാക്കി ഞണ്ടും അടിപൊളി, ചെമ്മീനും അടിപൊളി, ഒന്നും പറയല്ല. സൂപ്പർ അടിപൊളി. അപ്പം എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് കാര്യമായി. ഇവിടെ വെടിക്കെട്ട് അപകടം നടന്ന പോലെയായി മൊത്തത്തിൽ. എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇത് മാത്രം ബാക്കിയായി. ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒരു സ്വാദില്ല അത്. ബാക്കി ഞണ്ടും കൊള്ളാം, ചെമ്മീനും കൊള്ളാം. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. അത് വന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ച് സ്വീറ്റ് ഉണ്ട്, പിന്നെ സോൾട്ടി അല്ല, സ്വീറ്റാണ് സോൾട്ടിയാണ്. അതായത് നമ്മൾ ചൈനീസൊക്കെ കഴിക്കില്ലേ ചിലപ്പോൾ, ചില്ലി ചിക്കനൊക്കെ, അതുപോലത്തെ വേറൊരു ടൈപ്പ് സാധനമാണ്. ചൈനീസ് ടേസ്റ്റ് അല്ല, വേറെ ടേസ്റ്റാണ്, പക്ഷെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. കൊള്ളാം, എനിക്കിഷ്ടമായി. ചെമ്മീനും ആ റൈസും പിന്നെ ഞണ്ടും കൂട്ടിയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്തോളാം, നല്ലതാണ്. ഇഷ്ടമായി.
വിചാരിച്ചതാണ്. എനിക്ക് പ്രോൺസാണ് അധികം ഇഷ്ടമായത്. കാരണം എന്താ വെച്ചാൽ കഴിക്കാൻ എളുപ്പമുണ്ട്. ഞണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞണ്ട് കൈ വെച്ച് യൂസ് ചെയ്ത് കഴിക്കാനാണെങ്കിൽ ഞാൻ ഒരു കൈ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്ക് പ്രോൺസ് പെട്ടെന്ന് വരുന്നുണ്ട്. ഇഷ്ടമായി. സെയിം ഞണ്ടിൻ്റെ ഗ്രേവി സെയിമാണ്. പക്ഷെ അതിൻ്റെ പ്രോൺസ് ടൈപ്പ് ഞണ്ടിൻ്റെ വ്യത്യാസമുണ്ട്. കുറെ ചോറ് കഴിച്ചു പോവും. കാരണം അവരുടെ ആ ഗ്രേവി നല്ല ടേസ്റ്റാണ്. കുറച്ച് സ്വീറ്റും സോൾട്ടിയൊക്കെ ആയിട്ട് നല്ല ഓയിൽ, ഒരുപാട് ഓയിലുണ്ട്, നല്ല ഓയിലുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ മെയിനായിട്ടൊരു കാര്യം, നമ്മളൊരിക്കലും ഈ റെസ്റ്റോറൻറ്റുകാരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടൊന്നല്ല ഈ പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ചെറിയൊരു ചാനലാണ്. നമ്മളപ്പോൾ അങ്ങനെ പൈസ ഇതൊന്നും വരുന്നില്ല. ഇതൊന്നും നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഫുഡ് ട്രൈ ചെയ്യുന്ന ഫുഡായാലും, നമ്മളുടെ ഫുഡ് എന്ന് മാത്രമല്ല നമ്മൾ ട്രൈ ചെയ്യുന്ന പല സാധനങ്ങളും, ഇപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലം, അത് നമ്മൾ ഈ ഒരു മീഡിയത്തിലൂടെ ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഒരിക്കലും പെയ്ഡ് റിവ്യൂ ആയിട്ട് കണക്കെടുത്ത്, റിവ്യൂ അല്ല, നമ്മളൊരു പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് പോലെ ആയിരിക്കില്ല ബാക്കിയുള്ളവരുടെ. എനിക്ക് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ഇഷ്ടമാണ്. ആ ഒരു കാരണം കൊണ്ട് ഞാൻ കൊറിയൻ ഭക്ഷണങ്ങളും ഇത് ജാപ്പനീസും എല്ലാം കഴിക്കാറുണ്ട്. പക്ഷേ ഫിലിപ്പിനോൻ്റെ ഒരു ഫിലിപ്പീൻസ് സ്റ്റൈല്, പക്ഷെ ഇത് ഞാൻ ഫിലിപ്പീൻസ് സ്റ്റൈൽ എന്ന് പറയില്ല. കാരണം ഇതിൻ്റെ സോസൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. അവരുടെ സോസൊക്കെ ഭയങ്കര ബ്ലാൻഡായിരിക്കും. ഇതുപോലത്തെ രീതിയല്ല അവരുടെയൊക്കെ. ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫിഷും ഇതൊക്കെയും. പക്ഷെ ഇത് ഭയങ്കര വ്യത്യാസമുണ്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അവരുടെ മാനേജ്മെന്റ് ഫിലിപ്പിനോസും അതിന്റെ ഫുഡിന്റെ സ്റ്റൈൽ എനിക്ക് തോന്നുന്നു കൂടുതൽ കുറച്ചൊരു ചൈനീസ് ഒരു സിംഗപ്പൂരിയൻ അങ്ങനത്തെ മലേഷ്യൻ അങ്ങനത്തെ ഒരു സ്റ്റൈലായിട്ട് ഫീൽ ചെയ്യും. പിന്നെ അവരുടെ കഴിക്കേണ്ട രീതി നല്ല എനിക്ക് ഇഷ്ടമായി. അതായത് മേശം ഒരു പേപ്പറൊക്കെ വിരിച്ച് കയ്യില് ഗ്ലൗസ് ഒക്കെ ഇട്ട് ഫുൾ അറ്റാക്കാ. അതായത് പ്രത്യേകിച്ച് ഞണ്ട് കഴിക്കുമ്പോ ഇതിന്റെ ഒരു ഗുണം മനസ്സിലായത്. ഇതിപ്പോ പ്ലേറ്റ് കഴിക്കുകയാണെങ്കിലേ നമ്മള് എങ്ങനെ കഴിക്കാം? നമുക്കിപ്പോ സാധാരണ ഒരു നമ്മളൊരു റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. ഇത് ഞാൻ രണ്ട് കയ്യിലും ഗ്ലൗസ് ഇട്ടിട്ട് രണ്ട് കൈയും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പൊളിച്ചിട്ടേക്ക് കഴിച്ചു. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാവരും കഴിക്കുന്ന അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ അത് കഴിക്കാൻ ഈസിയാ. ഇനി വീട്ടില് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞണ്ട് പിന്നെ നമ്മൾ പിന്നെ വീട്ടില് അങ്ങനെയല്ലാന്ന് ഒറ്റ പാത്രത്തിൽ നിന്നിട്ട് കഴിയിട്ട് അതൊരു രസം. അവരുടെ സോസ് ഭയങ്കര ടേസ്റ്റാ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാത്തിനും സോസ് ഒരൊറ്റ സോസാണ്. അതിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ് മാത്രമേ മാറുന്നുള്ളൂ. അതായത് ചെമ്മീനോ ഞണ്ടോ അങ്ങനെയാണെങ്കിൽ. ആകെ കൂടി എനിക്ക് പൈസ പോയാലുള്ള ഒരു വിഷമം എന്ന് പറയുന്നത് ആ സ്ക്വിഡ് ഞാൻ വാങ്ങിച്ചു. എനിക്ക് തീരെ ഇഷ്ടമായില്ലേ, പൊട്ട സാധനം. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്നിടയ്ക്ക് ഞണ്ട് ട്രൈ ചെയ്യാം, ചെമ്മീൻ ട്രൈ ചെയ്യാം. പിന്നെ ഇവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു ബക്കറ്റിൽ നിറച്ച് പല പല ഫിഷുകളുണ്ടാവും, സീ ഫുഡ് ഉണ്ടാവും. ഞണ്ടുണ്ടാവും, ചെമ്മീൻ ഉണ്ടാവും, പിന്നെ മസിൽസിലെ കക്ക ഐറ്റംസ് ആ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടി ഒരു ബക്കറ്റിന് ആ ഒരു പൈസ കൊടുക്കണ്ടു. ആ പൈസയിൽ നിങ്ങൾക്ക് എല്ലാ ഫിഷും കിട്ടും, എല്ലാ സീ ഫുഡും കിട്ടും വിത്ത് റൈസ്. അപ്പൊ അത് അവര് ഡംപ് ചെയ്യും, നമ്മളുടെ ടേബിൾ മോർന്ന് ഡംപ് ചെയ്യും. ഇത് റൈസ് മാത്രം, നമ്മളുടെ രീതിയിലുള്ള റൈസ് അല്ല, കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള റൈസ് ഇല്ലേ എന്ന് വെച്ചാൽ വഴുവഴാന്നില്ല, പക്ഷെ കുറച്ച് ഒട്ടിപ്പിടിച്ച് കട്ടിയായിട്ടിരിക്കില്ലേ നമുക്ക് വീട്ടിലൊക്കെ പോകുമ്പോൾ, അതുപോലത്തെ ഒരു ഇതാണ്. അപ്പൊ കുഴപ്പമില്ല, ഒരു തംസപ്പ് കൊടുക്കാവുന്ന ഒരു ഭക്ഷണമാണ്. നല്ല എനിക്കിഷ്ടമായി, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഡാംപ എന്നാണ് പേര്, ഡയറയിൽ ആബ്സല്യൂട്ട് ബാർബിക്യൂവിന്റെ ഒക്കെ ബാക്കിൽ. അപ്പൊ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലിടുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.